പ്രിയമുള്ളവരെ, ഇന്ന് ഈ കൊച്ചു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഗ്രാമീണ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട എന്തോ വിശേഷമാണ് എന്നുള്ളത്. അതുമാത്രമല്ല, വേറെയും ചിലതുണ്ട് പറയാൻ. ദൂരെ നിന്ന് പാടവരമ്പിലൂടെ ഒരാൾ ഓടി വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടാകും. എൻ്റെ ചെറിയ മകനാണ്. അവൻ്റെ പുറകിലായിട്ട് ഒരു പഴയ തറവാട് കാണാം. മണ്ടയപ്പുറം മൂപ്പന്മാരുടെ തറവാടാണ്. ആ തറവാട് വീടിന് ഒത്തിരി ചരിത്രങ്ങൾ പറയാനുണ്ട്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം മുതൽ ഇന്ന് നിലനിൽക്കുന്ന പല പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വേണ്ടി ഭൂമി അനുവദിച്ച് നൽകിയ ഒരു കുടുംബം കൂടിയാണ് മണ്ടയപ്പുറം ഫാമിലി. അത്തരം വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നീട് പങ്കുവെക്കാം. എന്തായാലും വയലോരത്തുള്ള കാഴ്ചകളാണ്. കപ്പയും വാഴയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ധാരാളം കൃഷികളാണ് ഇവിടെ കാണുന്നത്. മുൻകാലങ്ങളിൽ റോഡിൻ്റെ ഇരു സൈഡിലുമായിട്ട് പാടത്ത് ധാരാളം നെൽകൃഷി നടന്നിരുന്നു. അതൊന്നും ഇപ്പം കാണാനില്ല. കെട്ടിടങ്ങൾ ധാരാളമായി വരുന്നു. എന്തായാലും നമ്മൾ യാത്ര വന്നെത്തിച്ചേർന്നുള്ളത് ഗ്രാമീണ വിശേഷമായതുകൊണ്ട് തന്നെ കൽപ്പകഞ്ചേരി നാട്ടുചന്തയിലെത്തിയിട്ടുണ്ട്. കൽപ്പകഞ്ചേരി നാട്ടുചന്തയും ഇവിടുത്തെ ഗ്രാമപ്രദേശങ്ങളും കൂടി ഇത്തിരി വർഷങ്ങൾക്ക് പിന്നോട്ട് പോകുമ്പോൾ വലിയ ഒരു ആത്മബന്ധമുണ്ടായിരുന്നു. കാര്യം അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗപ്പെടുത്തിയിരുന്നതാണ് കൽപ്പഞ്ചേരി ചന്ത. അപ്പോൾ എന്തായാലും ഗ്രാമീണ വിശേഷം പറയുമ്പോൾ കൽപ്പഞ്ചേരി ചന്തയുടെ അല്പം കാഴ്ചകളും കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്ന് കരുതി. ഇനി നമുക്ക് കൽപ്പകഞ്ചേരി നാട്ടുചന്തയിലെ കുറച്ച് ലൈവ് കാഴ്ചകൾ കാണാം. വിശദമായ വീഡിയോ ഞാൻ ധാരാളം ചെയ്യുന്നത് കൊണ്ട് ഇതിൽ ഞാനതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകുന്നില്ല. എന്തായാലും പ്രേക്ഷകരിലേക്ക് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുക എന്നുള്ളതും കൂടി ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. കൽപ്പകഞ്ചേരി, വളവന്നൂർ ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഭാഗങ്ങളിലായിട്ട് ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ള പല പല ചരിത്ര സംഭവങ്ങളുണ്ടായിരുന്നു. പ്രേക്ഷകരിലേക്ക് ചൂണ്ടിക്കാണിക്കാൻ അങ്ങനെയുള്ള പല പല കെട്ടിടങ്ങളും ഇന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് അവിടെ ബാക്കി നിൽക്കുന്നത് കൽപ്പകഞ്ചേരി പഞ്ചായത്തിൻ്റെയും വളവന്നൂർ പഞ്ചായത്തിൻ്റെയും അതിരുകൾ വേർതിരിക്കുന്ന ഭാഗത്തായിട്ട് കടുങ്ങാത്തുകുണ്ടിൽ പ്രവർത്തിച്ചു പോരുന്ന രജിസ്റ്റർ ഓഫീസ് കെട്ടിടമാണ്. അവിടെ പുതിയ കെട്ടിടം വന്നതുകൊണ്ട് തന്നെ പഴയ കെട്ടിടം അവിടെ അങ്ങനെ വെറുതെ ചുമ്മാ ഇരിക്കുന്ന ഒരവസ്ഥയാണ്. അത് കാരണത്താൽ തന്നെ അത് പൊളിച്ച് പുതിയ കെട്ടിടം നിർമ്മിക്കണം എന്നൊക്കെയാണ് ചില ആളുകളുടെ അഭിപ്രായം. എങ്കിൽ പൂർവികരായിരിക്കുന്ന അതല്ലെങ്കിൽ അങ്ങനെയുള്ള പുരാതന സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ അവശേഷിക്കണം. വരാനിരിക്കുന്ന തലമുറക്ക് കടന്നു വന്ന വഴികളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ രജിസ്റ്റർ ഓഫീസും അതൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ്. ഒത്തിരി വർഷങ്ങൾ, ഏകദേശം 120 വർഷത്തിൽ കൂടുതൽ പഴക്കം വരുന്ന കെട്ടിടങ്ങളാണ്. ഇന്നും അതിന് യാതൊരുവിധ പോറലും ഏൽക്കാതെ അവിടെ നിലകൊള്ളുന്നുണ്ട്. അപ്പോൾ അതുമായൊക്കെ ബന്ധപ്പെട്ട ഇവിടങ്ങളിലുള്ള പഴയകാല ജീവിത രീതി അതുപോലെ തന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് മലപ്പുറം കത്തിയെക്കുറിച്ച് നമ്മൾ ധാരാളം കേൾക്കാറുണ്ട്. അതിനെക്കുറിച്ച് ഒത്തിരി കഥകളും രസകരമായതും അതുപോലെ തന്നെ അതല്ലാത്തതൊക്കെ ആയിട്ടുള്ള രീതിയിലുള്ള പല പല വാദങ്ങളും പല പല കാഴ്ചകളും വാർത്തകളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ യഥാർത്ഥം എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ വിശദീകരണം തേടിക്കൊണ്ടുള്ള എൻ്റെ യാത്രയിൽ ഞാൻ കണ്ടുമുട്ടിയ ഒത്തിരി പ്രായം ചെന്ന ആളുകളുണ്ട്. അവർ നമുക്കതിലൂടെയൊക്കെ മറുപടി തന്ന വിവിധങ്ങളായ ചരിത്രങ്ങളുണ്ട്, വിവിധങ്ങളായ കഥകളുണ്ട്. അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്, ആശ്ചര്യപ്പെടുത്തുന്നതാണ്. കഴിഞ്ഞുപോയ കാലങ്ങളൊന്നും മറന്നു പോകാതിരിക്കാൻ, ഓർമ്മയായിട്ട് നിലനിൽക്കാൻ അത്തരം വാർത്തകൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് നല്ലതായിരിക്കും എന്നൊരു തിരിച്ചറിവാണ് അതിന് പ്രചോദനം. എന്തായാലും അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ളൊക്കെ മാന്യ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത്. ഗ്രാമപ്രദേശങ്ങളുടെ കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ധാരാളം നെൽവയലുകളുണ്ടായിരുന്നു. ഇന്നതൊക്കെ അവസാനിച്ചു പോയി. അവിടങ്ങളിലൊക്കെ പാടങ്ങളൊക്കെ തൂർത്ത് നമ്മൾ വീടുകളും കെട്ടിടങ്ങളൊക്കെ പണിതു. നിർബന്ധ സാഹചര്യത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് നമ്മളും വിധേയരാണല്ലോ. അങ്ങനെ ഒരർത്ഥത്തിൽ നമുക്കതിനെ നോക്കിക്കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.